തമ്പിക്കോട്ടെ എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ വലിയ പ്രശ്നമായി. കേരള സ്റ്റോറി സിനിമയുടെ 2ാം ഭാഗത്തിന് കേരളത്തിലെ സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത സ്ഥിതിക്ക് പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിന് പരാതി. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല, ഒരു പ്രത്യേക സംസ്ഥാനത്തെയല്ല, മറിച്ച് ഈ വിഷയത്തെയാണ് സിനിമ ലക്ഷ്യമിടുന്നതെന്നും സംവിധായകൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കേരള സ്റ്റോറി 2ാം ഭാഗത്തിന്റെ പ്രൊമോഷൻ പരിപാടിയിൽ ലവ് ജിഹാദിനിരയായവർ എന്ന പേരിൽ 38 പേരെയാണ് അണിയറക്കാർ ഇന്നലെ ഹാജരാക്കിയത്. ഞാനെന്ത് പണിയെടുത്തിട്ടാണ് ഇത് കിട്ടിയത്? മുഴുവനോട്ട് ഒന്നും മിസ്സായിട്ടില്ല. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് ഇവർ പറയുന്നു. അങ്ങനെ 37 സീരിയൽ നടിമാരെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നത് ഒന്നിനും സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് കുടുംബം അതുകൊണ്ട് ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞു. ഇതുകൊണ്ടും നമ്മുടെ മലയാള പത്രമാധ്യമ പ്രവർത്തകർ വിട്ടില്ല. അല്ല, ഈ പറഞ്ഞതിൽ 37 എണ്ണത്തിനെ കൊണ്ട് ഇരുത്തിയതിൽ എവിടെ ആ മലയാളി എന്ന് ചോദിച്ചു. ഏത് ബീഫ് വായിലോട്ട് കുത്തിക്കയറ്റി അണ്ണാക്ക് കുടുങ്ങി ചാവാൻ പോയിട്ടുള്ള ആ പറഞ്ഞ പീസ് എവിടെയെന്ന് ചോദിച്ച സമയത്ത് നോക്കുമ്പം ഈ കൂട്ടത്തിൽ ഒരു മലയാളി പോലും ഇല്ല. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ. ഒന്നിനെ കൊണ്ടും ഒരു വാ തുറപ്പിച്ചില്ല. അങ്ങനെ വാ തുറപ്പിക്കാണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിട്ടുള്ള പത്രക്കാർ, ഇവൻ മലയാള മാധ്യമ പ്രവർത്തകരോട് ഉണ്ടായിരുന്നു. അവർ ചോദിച്ചു ഇവർക്കൊക്കെ സംസാരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് 1-2 ആളെ കൊണ്ട് വെറുതെ സംസാരിപ്പിച്ച് ഇനി മിണ്ടണ്ട എന്നാ പറഞ്ഞു. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ട അഭിനയിച്ച ഏതെങ്കിലും സിനിമ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന സമയത്തെ അന്നത്തെ ഡയലോഗുകളൊക്കെ അറിയാണ്ട് വായിന്ന് വീണു പോകും. ഇപ്പൊ പിടിച്ച ഈ പുലിവാലൊന്ന് പോരെ നിനക്ക്. തെക്കേ ഇന്ത്യയിൽ നിന്നും ഒരാൾ പോലും ഇല്ലാതിരിക്കെ കേരള സ്റ്റോറി എന്ന പേര് എന്തിനു നൽകി എന്നതാണ് ചോദ്യം. എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? എത്ര വിജയിച്ചു? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അതായത് നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറി 2ന്റെ ഒരു പത്രസമ്മേളനം വിളിച്ചതായിരുന്നു. അതിന്റെ വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലെ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിട്ട് വായിലോട്ട് ബീഫ് കുത്തിക്കയറ്റി അണ്ണാക്ക് കുടുങ്ങി ചത്ത അല്ലെങ്കിൽ ചാവാൻ പോയിട്ടുള്ള പെമ്പിള്ളാരെയും കൂടെ കൊണ്ടിട്ട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ എന്തിന് അപമാനിക്കുന്നു എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. ഉപദ്രവിക്കരുത്. Sir, Kerala is number 1 in education and you are insulting Kerala. അടിച്ച് നിരപ്പാക്ക് വേല കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ, എന്റെ പൊന്നു വേലായും കുട്ടി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. But you produce the ladies from Maharashtra, Rajasthan, Bihar. അളിയരി ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. In Supreme Court, but the sender itself submit there is no love jihad. You are against the Supreme Court. No, it's not about Supreme Court. The court के judgments में लिखे हुए हैं, observations में लिखे हुए हैं. ഇതെന്ത് ന്യായമാണ്? യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു നിർമ്മാതാവ് വിപുൽ ഷായുടെ മറുപടി. ദേവാലയ ഇത്രയും വലിയ തമാശക്കാരനാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല അല്ലേപ്പാ? പിന്നല്ലാതെ കേരളത്തെ അവഹേളിക്കാൻ എന്തിനു ശ്രമിക്കുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. 27-ന് റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടിയന്തരമായി പേര് മാറ്റണം എന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. പിന്നെ കേരള സ്റ്റോറി 2 കൊണ്ട് ഇരുത്തിയതൊക്കെ നല്ല ബംഗാളികളി. പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ ഡയറക്ടറിനെ അങ്ങോട്ട് പൊള്ളി. ഡയറക്ടർ അങ്ങ് വെകിളി കൊണ്ടു. ആ സമയത്ത് നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കേരള സ്റ്റോറി അല്ല, കേരള സ്റ്റോറി പോലത്തെ ഒരു സ്റ്റോറിയാണ്. വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്നത് ചിലരുടെ ദുസ്വഭാവമാണ് യുവർ ഓണർ. ഇതിൽ കേരളത്തിൽ ആൾക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെന്ത് പരിപാടിയാണ്? പിന്നെ എന്നാ കേരള സ്റ്റോറി എന്ന് പേരിടണോ? ഇതൊരുമാതിരി ഊളത്തരും ചെറ്റത്തരും അല്ലെ ചെറ്റകളെന്ന് ചോദിച്ച സമയം കൊണ്ട് ഈ ചെറ്റകൾ അവിടെ കിടന്ന് അങ്ങോട്ട് മെഴുകാൻ തുടങ്ങി. 2 ചെറ്റകൾ കിടന്നിട്ട് സ്റ്റേജിൽ കിടന്നിട്ട് ഉരുണ്ടും തിരിഞ്ഞും ഒന്നും പറയാൻ പറ്റാണ്ട് ഇങ്ങനെ ബബ്ബബ് അടിച്ച് നിൽക്കുന്ന സമയം മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അടുത്ത ഒരാൾ വീണ്ടും ചോദിച്ചു, അല്ല ഇപ്പൊ നിങ്ങൾ സുപ്രീം കോടതിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടികൾ കാണിച്ചു വെച്ചിട്ടില്ല, കാരണം സുപ്രീം കോടതി തന്നെ ലവ് ജിഹാദ് ഇല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ച സമയത്ത് സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റ് മെഴുകളിൽ നിന്നും ഈ പറഞ്ഞ പ്രൊഡ്യൂസറും അതുപോലെ ഡയറക്ടറും എന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ ഇല്ല, എന്താ അസംബ്ലിയിലില്ലേന്ന്. അസംബ്ലിയിൽ ഈ പറഞ്ഞ 32,000 ആളുകളുടെ പേര് കൊണ്ട് നിരത്തിയിട്ടില്ലേ, നിങ്ങൾക്ക് അത് പോയി നോക്കിക്കൂടെ? എടാ ശശാങ്ക, എനിക്ക് നിന്നോട് അസൂയാണല്ലേ? അല്ല പിന്നെ സഹതാപമാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ ഒരു അസംബ്ലി തന്നെ ആയിരുന്നല്ലോ 2018 സമയങ്ങളിൽ അമിത്ഷയുടെ അന്നത്തെ ഡെപ്യൂട്ടി ആയിട്ടുള്ള കിഷൻ റെഡ്ഡി എന്ന് പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല, ലവ് മാത്രമേ ഉള്ളൂ, ജിഹാദ് ഒന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് പിന്നെ മറുപടി ഉത്തരങ്ങൾ ഒന്നുമില്ല.
നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലെ 1-2 വീഡിയോസ് ഉണ്ട്, അത് പോയി കണ്ടാൽ മതി. അതിലുണ്ട് ഈ പറഞ്ഞ വിക്ടിംസ് ഒക്കെ ഉണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രി പണ്ടെങ്കോ നിയമസഭയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ ശരിയാവും? അതിനെപ്പറ്റിയുള്ള തെളിവുകൾ കൂടുതൽ ചോദിച്ച സമയത്ത് എന്താ ഉണ്ടായതെന്നറിയോ? ഈ 2 ചാപ്രി വാണങ്ങൾ ഇറങ്ങി ഓടി സ്റ്റേജിൽ നിന്ന്. It's a pan-India story. This is a pan-India story. No, it's related to Kerala also, and from Kerala how it's all over India. എല്ലാ കൊലയിലും ഉണ്ടാവില്ലടാ ഇതേപോലത്തെ ഒരു ചീഞ്ഞ. കൂട്ടത്തിൽ കൊണ്ടുവന്ന കംപ്ലീറ്റ് ജൂനിയർ ആർട്ടിസ്റ്റിനെ എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചാപ്രി കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ടുള്ള ഇമാതിരി നോർത്ത് ഇന്ത്യൻ ചാപ്രി സ്റ്റോറീസ് എഗെയിൻ ഈ പറഞ്ഞ കേരളത്തിലും ഇന്ത്യയിലും ഇറക്കി ഈ BJP അല്ലെങ്കിൽ സംഘപരിവാർ RSSന്റെ വാണ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനത ചോദ്യം ചെയ്യും. അവസാനം കാണാ വർത്താനം പറഞ്ഞാൽ കൊണം മാറുവേ. ഇതൊന്നും എന്നോട് വിളമ്പല്ലേ. നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പോകുന്നത്? എന്തിനു വേണ്ടി BJP വോട്ട് ചെയ്യണം? മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. കേരളത്തിൽ ഇന്നേ വരെ ഭരിക്കാത്ത BJP അല്ലെങ്കിൽ BJP ഭരിക്കാത്ത കേരളം എല്ലാ ഇൻഡിക്കേറ്ററുകളിലും 1-ാം സ്ഥാനത്ത്. ബെല്ലാരി രാജാവ് ഒരു വഴിക്ക് ഇറങ്ങണമെന്ന് നിരൂപിച്ച ആ വഴിക്ക് തന്നെ പോകും. അതാണ് ചീലം. ഉള്ള മസിലും പെരുപ്പിച്ച് കള്ളരും പോലീസും കളിക്കാൻ ഇറങ്ങിയിരിക്കുക. BJP ഭരിച്ച ഉത്തർപ്രദേശിനേക്കാൾ, BJP ഭരിച്ച ഗുജറാത്തിനേക്കാൾ, BJP ഭരിക്കുന്ന മധ്യപ്രദേശിനേക്കാൾ മോനെ ധർമ്മ, ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. എല്ലാ ഇൻഡിക്കേറ്ററുകളും 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ BJPക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് പറയുന്നത്. ആരാണ് നിർബന്ധിക്കുന്നത്? ഇപ്പോഴും കേരള സ്റ്റോറി 2വിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. അല്ല, അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ല പിക്ചർ ഉണ്ടാക്കാൻ. അഭിമാനം തോന്നുന്നു. ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളിലായിട്ട് രാഷ്ട്രീയം ചെയ്യണം. തേങ്ങ തലേ വന്ന് വീണേന് ഓരെന്ത് കുറ്റാ ചെയ്തേ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു ആൾക്ക്, ഹമാസിന്റെ വൈസ് പ്രസിഡന്റിന് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയല്ലേ? നമ്മള് കേസ് കൊടുക്കൂ. കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും, കേരളത്തിലെ ഹിന്ദുക്കൾ അംഗീകരിക്കും. പിന്നെ ഇവർക്കില്ലേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ? എടോ ഹാജിയാരെ, അതിന് കലന്തം തന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ വേണമെങ്കിൽ തനിക്ക് തെങ്ങിന്റെയും തേങ്ങയുടെയും പേര് കേസ് കൊടുക്കാം. കേരളത്തിൽ ബീഫ് കഴിക്കുന്ന ഹിന്ദുക്കൾ ഈ BJPയെ, രാജീവ് ചന്ദ്രശേഖരന്റെ BJP അംഗീകരിക്കും. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. കെ സുരേന്ദ്രന്റെ BJP അംഗീകരിക്കും. MT രമേശിന്റെ BJP അംഗീകരിക്കും. മുരളീധരന്റെ BJPയും അംഗീകരിക്കും. O രാജഗോപാലിന്റെയും PS ശ്രീധരൻപിള്ളയുടെയും BJP അംഗീകരിക്കും. ഇതാണ് പ്രശ്നം. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. നിങ്ങൾക്ക് പറയാനൊരു മെസ്സേജ് ഇല്ല. എന്തുകൊണ്ട് കേരളം ഇക്കുറി BJPക്ക് വോട്ട് ചെയ്യണം? അതിൽ കുടുങ്ങിയ ലിഫ്റ്റിന്റേതുപോലെ എന്റെ അവസ്ഥ. താഴോട്ടുമില്ല മേളിലോട്ടുമില്ല. മോദിക്ക് വേണ്ടിയിട്ട് അത് ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷമില്ല BJPക്ക് അനുഗുണമായിട്ട്. ഒന്ന്, ബഡ്ജറ്റിലൂടെ പരമാവധി ഉറപ്പിച്ചു. അതെ തീർച്ചയായും. പ്രതീക്ഷയായിരുന്നു അതിവേഗതയിൽ ഉണ്ടായില്ല. പ്രതീക്ഷയായിരുന്നു നമ്മളുടെ എയിംസ് ഉണ്ടായില്ല. പകരം നേരത്തെ മാധു പറഞ്ഞതുപോലെ കടലാമയെ പിടിച്ചു തന്നു. ഇഷ്ടം പോലെയാണ് കിട്ടിയത്. വലിയ പ്രതീക്ഷ വന്നു, കടലാമ തന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കലക്കി കലക്കി പറഞ്ഞ പോലെ കലക്കി. നിന്റെ ജീവിതം ഇതോടെ നായ നക്കി.